ഒരു ദിവസം മകൻ പ്രായമുള്ള അപ്പനെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാറിലിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യ കൂടിയുണ്ട്, പിന്നെ അപ്പനുണ്ട്. അപ്പോൾ അപ്പനെയും ഇയാളുടെ ഭാര്യനെയും കാറിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ പോയി ആദ്യം അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഒരു കാത്തലിക് റൺ ഓൾഡ് ഏജ് ഹോമാണ്. ഒരു അച്ഛനാണ് എൻ്റെ ഡയറക്ടർ. അച്ഛൻ അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അച്ഛന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു, മുറിയിലേക്ക് കയറി ഒരു ഓഫീസിലിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്ക് അപ്പനെ നന്നായിട്ട് നോക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കാരണം എനിക്കൊരു മകനുണ്ട് വീട്ടിൽ, പയ്യനാണ്, ചെറുതാണ് അവൻ. പിന്നെ എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മകനെ ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ നോക്കുന്നത്. അപ്പോൾ അപ്പന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല സ്ഥലമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ തരാം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ ഇവിടെ അപ്പന് വേണ്ടി തരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടോ സോറി, കാരണം ഒന്ന് ഇവിടെ നല്ല തിരക്കുണ്ട്, നമുക്കൊരു സീറ്റ് ഒഴിവൊന്നുമില്ല. രണ്ടാമത്തത് ആരും ഇല്ലാത്ത ആൾക്കാരെ മാത്രമാണ് ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ പിന്നെ അതൊരു അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അച്ഛൻ എത്ര പൈസ വേണമെങ്കിലും തരാം, പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അച്ഛനൊന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുറച്ചേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എടോ സഹായിക്കാം, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഓർഫനേജ് കൂടി ഞങ്ങൾക്കുണ്ട്, ഒരു ഓർഫനേജ് ഉണ്ട് തൊട്ടടുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ മകനെ ഇവിടെ കൊണ്ടുവന്നാക്കുക, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്പനെ നോക്കാൻ പറ്റുമല്ലോ. ഈ മകൻ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ എന്ത് വർത്താനം പറയണേ, എൻ്റെ മകൻ ഈസ് നോട്ട് എൻ ഓർഫൻ. ഉടനെ അച്ഛൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ അപ്പനും ഓർഫൻ അല്ലല്ലോ, നിങ്ങളൊക്കെ ഇല്ലേ? അപ്പോഴാണ് മകനൊരു തിരിച്ചറിവുണ്ടാവുന്നത്. എന്നിട്ട് ഈ ഡയറക്ടറച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ നിന്നെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇതുപോലുള്ള സാഹചര്യം അപ്പനുണ്ടായില്ല, എന്നിട്ട് അപ്പൻ നിന്നെ നോക്കിയില്ലേ, നിന്നെ ഹോസ്റ്റലിലോ വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിടാതെ നന്നായിട്ട് നോക്കിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ അപ്പൻ്റെ വയസ്സാങ്കാലത്ത് നീ അപ്പനെ നോക്കണ്ടേ? കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അവർക്ക് ഇത്രേ ആഗ്രഹമുള്ളൂ, അവിടെ കൺമുന്നിൽ നിങ്ങളുണ്ട് എന്നൊരു കാഴ്ച മാത്രം മതി അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ.